വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഫോർ ലൂപ്പിനെ പോലെ തന്നെയാണ് അതിന്റെ വർക്കിംഗ്. ഏകദേശം അതിന്റെ സിന്റാക്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. വേറെ ഒന്നിനും ഒരു വ്യത്യാസം വരത്തില്ല. ഫോർ ലൂപ്പ് എങ്ങനെ വർക്കാവോ അതേപോലെ തന്നെയാണ് വൈൽ ലൂപ്പ് വർക്കാവുന്നത്. ജസ്റ്റ് അതിന്റെ സിന്റാക്സ് ഒന്ന് മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. കണ്ടീഷൻ എപ്പോൾ തെറ്റും അപ്പൊ ലൂപ്പ് സ്റ്റോപ്പ് ആവും. അപ്പൊ അതാണ് വൈൽ ലൂപ്പ്. പിന്നെ വൈൽ ലൂപ്പിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈൽ ലൂപ്പ് ഇഫ് സ്റ്റേറ്റ്മെന്റിന് കണക്ക് നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചിട്ട് ആ സിമ്പിൾ ഇഫിന്റെ കേസ് എഴുതി കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പ് നോക്കാം. ഇഫ് ഞാൻ ഡയറക്റ്റ് ഒരു ബൂളിയൻ വാല്യൂ ട്രൂ എന്ന് കൊടുത്തു. കാരണം ഇഫിന്റെ പ്രത്യേകത എന്താണ്, ഇഫിലിരിക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതേപോലെയാണ് വൈൽ ലൂപ്പിന്റെ പ്രത്യേകത. വൈൽ ലൂപ്പിനകത്ത് ഇരിക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ ലൂപ്പിനകത്തിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇഫ് ഡയറക്റ്റ് ഞാൻ ബൂളിയൻ വാല്യൂ ട്രൂ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഞാൻ കൺസോൾ ചെയ്യാണ്. കൺസോൾ.ലോഗ് ഇഫ് ബ്ലോക്ക് ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. അതെ, എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പൊ ഈ സെയിം കാര്യം എനിക്ക് എന്ത് വെച്ച് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും, വൈൽ ലൂപ്പ് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ വൈല് പാരാന്തിസിന്റെ ബൂളിയൻ വാല്യൂ ഡയറക്റ്റ് കൊടുക്കുകയാണ് ട്രൂ. അപ്പൊ ബൂളിയൻ വാല്യൂ ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൂ ആണ്. ജസ്റ്റ് അതിനകത്ത് എന്ത് പറയും, കണ്ടീഷൻ ട്രൂ ആയിരിക്കണം, അതിന്റെ ഓവറോൾ റിസൾട്ട് ട്രൂ ആയിരിക്കണം, ഇഫിന്റെ ആയാലും വൈലിന്റെ ആയാലും. ഓക്കെ, അപ്പൊ ഞാൻ ഡയറക്റ്റ് ട്രൂ എന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് കൺലി ബേഴ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് അതിന്റെ അകത്ത് ഒരു കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യാനുള്ള എടുത്ത് കൺസോൾ.ലോഗ് ബ്രാക്കറ്റിനകത്ത് വൈൽ ബ്ലോക്ക് എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ അവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ഏറ്റവും എൻഡിൽ കൊണ്ട് ആഡ് ചെയ്യും. ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആവും. എവിടെ നിൽക്കാതെ ഇങ്ങനെ ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം അവിടെ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഇത് നിൽക്കത്തില്ല. അപ്പൊ ഇൻഫിനിറ്റി ലൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണേ ഇങ്ങനെയാണ്. കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ഇൻഫിനിറ്റി ലൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇൻഫിനിറ്റ് ലൂപ്പ് ഒന്നും ഉണ്ടാക്കല് ബ്രൗസറിൽ ക്രോം ഒക്കെ എടുത്താണ് ഇതൊക്കെ റൺ ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിൽ നിന്നൊക്കെ നല്ല ശബ്ദമൊക്കെ കേൾക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോഡ് എഴുതിയിട്ട് അതിന്റെ താഴെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. സിമ്പിൾ ഇഫ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സിമ്പിൾ ഇഫിന്റെ കേസാണ് പറഞ്ഞാൽ സിമ്പിൾ ഇഫ് ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അതിന്റെ കോഡ് എഴുതിയിട്ട് ആ കോഡിന്റെ ഏറ്റവും ലാസ്റ്റ് ലൈൻ എന്ത് ചെയ്യണം, ബ്രേക്ക് എന്ന് പറഞ്ഞ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. അപ്പൊ ബ്രേക്ക് എന്ന് പറഞ്ഞ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളു, ലൂപ്പിൽ നിന്നും പുറത്ത് ചാടും. അതാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ലൂപ്പിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളു, എപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കമ്പൈലർ കൊടുത്തോ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പുറത്ത് ചാടുകയാണ് ചെയ്യണം. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യണമെങ്കിൽ അതെ വൈൽ ബ്ലോക്ക് എന്ന്. ഇപ്പൊ ബ്രേക്കിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ബ്രേക്കിന്റെ തൊട്ട് താഴെ കുറച്ച് കോഡ് എഴുതിയിട്ട് ഇവിടെ ഞാൻ പറയാം സെക്കൻഡ് ബ്ലോക്ക്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് ഇഫ് ബ്ലോക്കും വൈൽ ബ്ലോക്കേ കിട്ടത്തുള്ളൂ. സെക്കൻഡ് ബ്ലോക്ക് കിട്ടത്തില്ല. കാരണം വയലിനകത്ത് നോക്കുമ്പോൾ കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയാണെങ്കിൽ നേരെ ബ്ലോക്കിനകത്ത് കയറിയിട്ട് ആദ്യത്തെ സാധനം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് താഴെ വരുമ്പോൾ എന്ത് പറയും, ബ്രേക്ക് ചെയ്യാൻ പറയും. ബ്രേക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാം എന്ന് വെച്ചാൽ ഈ ലൂപ്പ് ബ്ലോക്കിൽ നിന്ന് വന്ന് നേരെ ഇവിടെ ഒന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഈ വാല്യൂ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ്. പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് ബ്രേക്കിന്റെ തൊട്ട് മേലാണ് ഞാൻ കൊണ്ടുപോയിക്കണമെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, കണ്ട വൈൽ ബ്ലോക്കും കിട്ടും സെക്കൻഡ് ബ്ലോക്കും കിട്ടും. കാരണം ബ്രേക്കിന്റെ തൊട്ട് മേലാണ് കൊണ്ടുവച്ചത്. ഈ ബ്രേക്കിന്റെ താഴെ കൊണ്ടുവയ്ക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് കിട്ടത്തില്ല. കാരണം എന്താണ് പറയുന്നത്, ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. അപ്പൊ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്താ പറയും, ലൂപ്പിൽ നിന്ന് പുറത്ത് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ഇഫ് വൈൽ ലൂപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഇഫ് വൈൽ ലൂപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓഡ് ഓർ ഈവൻ കണ്ടുപിടിക്കാൻ നമുക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ നോക്കാം. അത് ഓരോ ലോജിക് ബേസ് ആണ് കോഡ് എഴുതാനുള്ളത്. ഞാൻ ഇപ്പൊ സാമ്പിളിന് വേണ്ടി 0 എന്ന് ഇതാണെങ്കിൽ എന്ത് ചെയ്യണം, ഈവൻ. അപ്പൊ സിമ്പിൾ ഇഫ് നമുക്ക് എന്ത് വെച്ച് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും, വൈൽ ലൂപ്പ് വെച്ച് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഇട്ട് കൊടുക്കണം. ബ്രേക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ലൂപ്പ് ഇങ്ങനെ ഈവൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ക്രോമിലൊക്കെയാണ് ഇത് പ്രിന്റ് ചെയ്യണത്. അപ്പൊ നല്ല റാം പിടിക്കും. ഓക്കെ, നമുക്ക് അപ്പൊ മനസ്സിലായി, നമുക്ക് സിമ്പിൾ ഇഫ് വൈൽ ലൂപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എവിടെ കൊടുക്കണമെന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമുക്ക് നേരെ വൈൽ ലൂപ്പിന്റെ സിന്റാക്സിലോട്ട് പോവാം. അപ്പൊ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഫോർ ലൂപ്പിന്റെ സെയിം വർക്കിംഗ് തന്നെയാണ്. ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. കണ്ടീഷൻ ശരിയാണെങ്കിൽ ലൂപ്പ് വർക്കാവും. കണ്ടീഷൻ എപ്പോൾ തെറ്റും അപ്പൊ വെച്ച് ലൂപ്പ് നിൽക്കും. അപ്പൊ അതിന്റെ സിന്റാക്സ് വരാൻ നേരത്ത് ഇവിടെ ഫസ്റ്റ് ഇൻസ്റ്റലൈസേഷൻ, അതിന്റെ താഴെ വൈലിന്റെ കീവേഡ്, പാരാന്തിസിനകത്ത് കണ്ടീഷൻ, എന്നിട്ട് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ
കോഡ് എഴുതിയിട്ട് താഴെ എന്ത് ചെയ്യണം, അപ്ഡേഷൻ ചെയ്യണം. എന്നിട്ട് കള്ളി ബേസ് ക്ലോസ് ചെയ്യുക. ഇപ്പൊ ഫോർ ലൂപ്പിന് കണക്കല്ല, നേരെ തിരിച്ചാണ്. ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ, അത് കഴിഞ്ഞ് കണ്ടീഷൻ, അത് കഴിഞ്ഞിട്ട് ബോഡി കഴിഞ്ഞിട്ടാണ് അപ്ഡേഷൻ നടക്കുന്നത്. അതിന്റെ വർക്കിംഗ് എല്ലാം നമ്മൾ ഫോർ ലൂപ്പിന് കണക്ക് തന്നെ. ആദ്യം ഇനിഷ്യലൈസേഷൻ നോക്കും, കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ നേരെ ബോഡി പോകും, എന്നിട്ട് അപ്ഡേഷനിലോട്ട് പോകും. വീണ്ടും കണ്ടീഷൻ നോക്കും, ബോഡി പോകും, അപ്ഡേഷൻ. ഇവിടെ അതിനൊക്കെ തന്നെ ആദ്യം ഇനിഷ്യലൈസേഷൻ ചെയ്യും, കണ്ടീഷൻ നോക്കും, ബോഡി പോയിട്ട് എക്സിക്യൂട്ട്, നേരെ അപ്ഡേഷൻ പോകും. അടുത്ത കണ്ടീഷൻ നോക്കും, ശരിയാണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും അപ്ഡേറ്റ് ചെയ്യും, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കണ്ടീഷൻ തെറ്റാണോ? അപ്പൊ ഇതിന്റെ വർക്കിംഗ് സിമിലർ ആണ്. വ്യത്യാസം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എഴുതുന്ന സിന്റാക്സ് വേറെയാണ്, കീവേഡ് വേറെയാണെന്നേ ഉള്ളൂ. ഇവിടെ ഫോർ യൂസ് ചെയ്യും, നമ്മളിവിടെ വൈൽ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് എഴുതാം. ഹലോ വേൾഡ് 5 തവണ പ്രിന്റ് ചെയ്യണം. ഫസ്റ്റ് ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 3 വൈല് ബ്രാക്കറ്റിന്റെ അകത്തൊരു കണ്ടീഷൻ ഐ ലെസ് ദാൻ 3 കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ബാറ്റാറ്റിക്സ് യൂസ് ചെയ്ത് ബാറ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാബിന്റെ തൊട്ടുമേലുള്ള കീ ആണ്. ഹലോ വേൾഡ് ഐയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി $സൈൻ കൊടുക്കുക, കർലി ബ്രേസ് കൊടുക്കുക, ഏത് വേരിയബിൾ ആണ് പ്രിന്റ് ചെയ്യാനുള്ള അത്. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രേക്ക് ഒന്നും കൊടുക്കണ്ട. ഇവിടെ കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഐനെ അപ്ഡേറ്റ് ചെയ്യുക. ഐനെ ഒന്നില്ലെങ്കിൽ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുക. പിന്നെ അവിടെ ഐനെ കൂട്ടി കൊടുക്കുക, I++. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ റീഫ്രഷ് ആയില്ലേ? സോറി, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഇവിടെ ഐക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ I0 വെച്ചാണ് തുടങ്ങാറുള്ളത്. ഞാൻ ആൾറെഡി I3 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് തുടങ്ങാത്തത്. ഓക്കെ, ഔട്ട്പുട്ട് വന്ന് ഹലോ വേൾഡ് 0, ഹലോ വേൾഡ് 1, ഹലോ വേൾഡ് 2. നേരത്തെ എന്തുകൊണ്ട് വരാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾറെഡി 3 എന്നങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്ത്. 3 എന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കണ്ടീഷൻ നോക്കും, 3 <3. ഒരിക്കലും ശരിയല്ല, അതുകൊണ്ടാണ് ലൂപ്പ് എക്സിക്യൂട്ട് ആവാതെ ഇതൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണിച്ചത്. ഞാൻ അത് കണ്ടില്ലേ. ഓക്കെ, പിന്നെ വർക്കിംഗ് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് പോലെ തന്നെയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് ഐക്ക് വേണ്ടി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, ഒരു മെമ്മറി ലൊക്കേഷൻ ഐക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് 0 അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ ഇവിടെ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്ത് വെക്കും. I<3 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഐക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്, 0 ആണ്. ശരി ആയതുകൊണ്ട് എന്ത് പറയും, നേരെ ബോഡിയിലുള്ള സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പറയും. ബോഡിയിലുള്ള സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തെ എന്ത് പറയും, കൺസോളിനകത്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഹലോ വേൾഡ്, എന്നിട്ട് ഇവിടെ എന്തും കൂടി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, ഐയും കൂടി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഐക്കകത്തിരിക്കുന്ന വാല്യൂ 0. ഓക്കെ, ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നേരെ താഴെ വരാൻ നേരത്തെ പറയും അപ്ഡേറ്റ് ചെയ്യാൻ പറയും. എന്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറയും, ഐനെ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 കിടക്കുന്ന സാധനം 1 ആക്കി അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകും. കണ്ടീഷൻ തെറ്റാണോ വരെ ലൂപ്പ് പറഞ്ഞു. അപ്പൊ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകും. വീണ്ടും കണ്ടീഷനകത്ത് എന്ത് പറയും, I<3, ഐക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്, 1 ആണോ നോക്കും. ശരിയായതുകൊണ്ട് എന്ത് വരും, ബോഡിക്കകത്ത് കയറും, ബോഡിക്കകത്തിരിക്കുന്ന സാധനം എക്സിക്യൂട്ട് ചെയ്യും. ഹലോ വേൾഡ് ഇവിടെ ഐയുടെ വില ഇപ്പൊ 1 ആണ്. ബോഡി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, താഴെ വന്നിട്ട് അപ്ഡേറ്റ് ആവും. താഴത്തെ ലൈനിൽ വന്നിട്ട് അപ്ഡേറ്റ് ആവും. അതിനെ 1 വെച്ച് കൂട്ടാൻ പറയും. അപ്പൊ എന്താവും, 1 മാറിയിട്ട് ഇവിടെ 2 ആവും. നേരെ എവിടെ പോകും, ചെക്ക് ചെയ്യാൻ പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകും. അപ്പൊ I<3 ആണോ നോക്കും. അപ്പൊ എന്തോ 2<3 ആണോ നോക്കും. 2<3 ശരിയാണ്. ശരിയായതുകൊണ്ട് എന്തോ ബോഡിക്കകത്ത് കയറിയിട്ട് കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യാൻ പറയും, ഹലോ വേൾഡ്. ഐക്കകത്തിരിക്കുന്ന വാല്യൂ എത്രയാണ് ഇപ്പൊ, 2. എന്നിട്ട് താഴത്തെ ലൈന് വന്നിട്ട് എന്ത് പറയും, ഐനെ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യാൻ പറയും. അപ്പൊ 2 മാറിയിട്ട് എത്രയാവും, 3 ആവും, 3 ആവും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3 ഒരിക്കലും 3നേക്കാളും ചെറുതല്ല. അപ്പൊ കണ്ടീഷൻ തെറ്റായി വരും. ലൂപ്പിന്റെ അകത്ത് കയറാതെ നേരെ പോയിന്റർ ഇവിടെ വരും, അല്ലെങ്കിൽ കൺസോൾ നേരെ അവിടെ വരും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ വൈൽ ലൂപ്പിന്റെ വർക്കിംഗ്. ഏകദേശം ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് പോലെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് സിന്റാക്സ് ഒത്തിരി വ്യത്യാസം വരും. പിന്നെ വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ഹൈലൈറ്റും കൂടിയാണ്.